പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണം ഫാത്തിമ ബീവി മരണപ്പെട്ടപ്പോൾ ഫാത്തിമ ബീവിയുടെ മയ്യത്തെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അലി ഇബ്നു അബീ ത്വാലിബ് തിരിഞ്ഞൊരു നടത്തം നടക്കുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ നടത്തം കണ്ട സഹാബത്ത് പിന്നാലെ കൂടി. വെറുപ്പോ ദേഷ്യമോ എന്നറിയാതെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിന്റെ മറമാടലും കഴിഞ്ഞ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി. ആകാശത്തേക്ക് കൈകളുയർത്തി അലി ഇബ്നു അബീ ത്വാലിബ് പരാതി പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബേ, ഫാത്തിമ പോയതിലല്ല എന്റെ ദുഃഖം, ഫാത്തിമയില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന വേദന അതൊരു വല്ലാത്ത വേദനയാണ് റബ്ബേ. ഫാത്തിമ, നീ ഇല്ലാത്ത ദുനിയാവ് എത്രമാത്രം വേദനയാണ് ഫാത്തിമ എന്ന് മരണാനന്തരം അലി ഇബ്നു അബീ ത്വാലിബ് കരയുന്നുണ്ടെങ്കിൽ അവർ സഹോദരങ്ങളെ, കുടുംബത്തിന്റെ ഭംഗി പരസ്പരം ഒരേ ലക്ഷ്യത്തിലേക്ക് സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുക എന്നുള്ളതാ. ആളുകൾക്ക് നല്ല വ്യക്തിയ നാട്ടിൽ പോരാ, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കബറൊരിക്കലും പടച്ചറപ്പ് വെളുപ്പിച്ച് നൽകില്ല. കെട്ടിയ പെണ്ണിന്റെ മുൻപിൽ നല്ലവനാകാൻ പറ്റണം. എന്റെ വില തീരുമാനിക്കേണ്ടത് എന്റെ ഭാര്യയാണെന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ സാധിക്കണം. മനസ്സിന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം, ഒരു പരീക്ഷണം, ഒരു സങ്കടം നമ്മളെ സങ്കടപ്പെടുത്തൂല.